വളരെ ചെറിയ സമയം കൊണ്ട് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വിഭവമാണ് ഗീ റൈസ്. നെയ്യ്, അരി, തേങ്ങ എന്നിവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ എന്ന് തന്നെ പറയാം. ഇത് പ്രധാനമായിട്ട് കല്യാണം പോലുള്ള ചില വിശേഷ ദിവസങ്ങളിലൊക്കെ എല്ലാവരും തയ്യാറാക്കുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ സ്വാദോടുകൂടി തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു ആനന്ദ്. ഗീ റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. നെയ്യ് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഉഴുന്നുപരിപ്പും ചനപ്പരിപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് കശുവണ്ടിയും ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും അല്പം കായവും ചേർത്ത് കുറച്ചു നേരം കൂടി വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചേർക്കുക. ഇതൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. ഇവിടെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് വേവിച്ച ചോറിട്ട് കൊടുക്കാം. ഇനി ആദ്യം വറുത്തു വെച്ച എല്ലാ കൂട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് തേങ്ങ അരച്ചതും ചേർക്കാം. എന്നിട്ട് എല്ലാം നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി യോജിച്ച് വരണം. ഇനി ഏറ്റവും അവസാനമായിട്ട് പപ്പടം പൊടിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ഗീ റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സൈഡ് ഡിഷോട് കൂടിയോ അല്ലെങ്കിൽ സൈഡ് ഡിഷ് ഇല്ലാതെയോ ഒക്കെ ഇത് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഗീ റൈസ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.